നേരം വെളുത്ത് ചുമ്മാതൊന്ന് കസാരയിൽ ഇറങ്ങിയിരുന്ന നാട്ടുകാർ പലരും ചോദിക്കാൻ തുടങ്ങി ഇന്ന് ജോലിക്ക് പോണ്ടായോന്ന്. പണിയൊന്നും ഇല്ലേന്ന്. വർക്ക് ഫ്രം ഹോമാണോന്ന്. അതെ, പണിയുണ്ട്. വർക്ക് ഫ്രം ഹോം തന്നെയാണ്. താണ്ടേ, ഇതാണ് എൻ്റെ പണി. ഇന്ന് ഫുൾ ടൈമുള്ള പണി. ഇത് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഒരാളും മെനക്കെട്ട് നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് എവിടെ കൊണ്ടുവന്ന് എന്തൊക്കെ ഇടിച്ച് നശിപ്പിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ നടക്കണം. പണിയില്ലാഞ്ഞിട്ടല്ല, 8ൻ്റെ പണി വാങ്ങിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പുറകേ നടക്കണം. എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, എന്താണ് ഇനി അടുത്ത പരിപാടി എന്നൊന്നും ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ മണിച്ചിത്രത്താടി എന്ന ഗംഗയോട് ചോദിച്ചിട്ട് എപ്പോൾ ഉറങ്ങും, എപ്പോൾ ഉറക്കത്തെയും തെളിയുമെന്നുള്ള നോക്കുന്ന മെഷീൻ ഒന്ന് തരുമോ എന്ന് ചോദിക്കാൻ. ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി അതേ ഉള്ളൂ മാർഗം. രണ്ടും പറഞ്ഞ അടുത്ത 8ൻ്റെ പണിയാണ് ആ അയവള്ളിയെ കിടക്കുന്നത്. വെയിലിനെ നോക്കി നോക്കി ഇരുന്നതേ ഉള്ളൂ. എന്നെങ്കിലും പുള്ളി വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ മാത്രം. ദാ ഈ നടപ്പ് കണ്ടാൽ തോന്നും ആ വണ്ടിയുടെ കീഴിൽ പോയി നിന്ന് എന്തോ പണിത് ശരിയാക്കിയതാണെന്ന്. എനിക്കറിയാൻ മേല. എൻ്റെ വണ്ടി കാണുമ്പോൾ ഓടിച്ചെന്ന് അതേൽ എന്തോ നട്ടോ ബോൾട്ടോ മുറുക്കുന്നത് കാണാം. ഇനി അമ്മയുടെ നട്ട് പോയി കിടക്കുന്നത് മോക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്തോ. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.